അങ്ങനെ ജാവയുടെ 42FJ350 എന്ന് പറഞ്ഞ മോഡൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സെയിം ആൽഫ 2 334cc എഞ്ചിനാണ് ഇതിന് നൽകിയിരിക്കുന്നത്. പഴയകാല ജാവ ബ്രാൻഡിന്റെ കോ ഫൗണ്ടറിന്റെ പേരാണ് FJ. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ആൽഫ 2 എഞ്ചിൻ വെച്ചിട്ട് 42 ലോഞ്ച് ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ജയപാന്തർ എഞ്ചിൻ വെച്ചുള്ള 42 ലോഞ്ച് ചെയ്യാനുള്ള കാര്യം? നിലവിൽ ജാവ 42 മാത്രമാണ് മോജോയിൽ യൂസ് ചെയ്യുന്ന 299cc ജയപാന്തറിന്റെ രണ്ടാമത്തെ സീരീസ് എഞ്ചിനോട് കൂടി 42 ലോഞ്ച് ചെയ്ത ആ 42 നിർത്തിയിട്ട് ഈ മോഡൽ കൊണ്ടുവരായിരുന്നെങ്കിൽ ആ എഞ്ചിൻ അങ്ങോട്ട് ഒഴിവാക്കാമായിരുന്നു. ക്ലാസിക് ലെജൻസിന്റെ കീഴിൽ തന്നെ ജാവയും ST ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും മനസ്സിലാവുന്നില്ല. നിലവിൽ ഇപ്പൊ കസ്റ്റമേഴ്സിനെ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. 42 ഒന്നുകൂടി ഒന്ന് മെനയാക്കി എടുത്തിട്ടുണ്ട്. ഓവറോൾ വണ്ടി കൊള്ളാം. ഓഫ് കോഴ്സ് ഡിജിറ്റൽ സ്പീഡോമീറ്റർ LED എല്ലാം അതിനകത്ത് 42 എന്ന് പറഞ്ഞ ബ്രാൻഡിങ് നൽകിയിരിക്കും. ഇത് യൂത്തിനെ ഉന്നം വെച്ച് ഇറക്കിയ ഒരു മോട്ടോർ സൈക്കിളാണ്. ഹൈനസ് 100 ഇതിനെതിരെയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ശരിക്കും ജാവ മോട്ടോർ സൈക്കിൾ പുതിയൊരു മോഡലായിരുന്നു കൊണ്ടുവരേണ്ടിയിരുന്നത്. ശരിക്കും കമ്പനി ചെയ്യേണ്ടിരുന്ന പഴയൊരു മോഡലിനെ പുതിയൊരു ലുക്കിലോട്ട് കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്യേണ്ടിയിരുന്നത്. കമ്പനിക്ക് പണിയെടുക്കാൻ വയ്യാത്തതുകൊണ്ട് കമ്പനി നമുക്ക് നൽകിയത് ഇതാണ്. ജാവയാലും ST ആയാലും മാർക്കറ്റിൽ ഒരു സംസാര വിഷയമാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചിട്ടില്ല. യൂത്തിന് വേണ്ടി ഇറക്കുന്ന ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ USD ഫോർക്കും മോണോഷോക്ക് സസ്പെൻഷൻ ഒക്കെ നൽകാമായിരുന്നു. 42FJ ലോഞ്ച് ചെയ്തിരിക്കുന്ന 1.99 lakhsനാണ്. ഇനിയിപ്പോൾ ആരും 1.99 വെച്ച് 42 എടുക്കില്ല. കാര്യം കുറച്ചുകൂടി പൈസ ഇട്ട് 42FJ എടുക്കുന്നതാണ് ലാഭം. ഇതിനുള്ള ഉത്തരം മോർ പവർ മോർ ടോർക്ക്. ഇനി നിങ്ങൾ കമന്റ് ചെയ്യും. നിങ്ങളുടെ മുന്നിൽ 42ഉം 42FJയും കൊണ്ടുവച്ചാൽ നിങ്ങൾ ഏത് മോട്ടോർ സൈക്കിൾ ചൂസ് ചെയ്യും? എന്റെ അഭിപ്രായം പറയാനാണെങ്കിൽ ഞാൻ FJ ചൂസ് ചെയ്യുള്ളൂ. എനിക്ക് കൂടുതലൊന്നും പറയാനായിട്ടില്ല. എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്.